Hi, welcome back to Xylem Learning. It's me, VK. നാളെയാണ് +1 ബിസിനസ് സ്റ്റഡീസിന്റെ പബ്ലിക് എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. നാളെ നടക്കാൻ വേണ്ടി പോകുന്ന പബ്ലിക് എക്സാമിൽ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാമിൽ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം 3 മാർക്ക് 4 മാർക്ക് 5 മാർക്കിനൊക്കെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഈ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് 48 മാർക്കിൽ കൂടുതൽ ഡബിൾ പാസിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം ഓരോ ചാപ്റ്റേഴ്സിലെയും പ്രധാനപ്പെട്ട ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ചാപ്റ്ററിന്റെ പേര് ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ് ചാപ്റ്ററിന്റെ പേര്. ഈ ചാപ്റ്ററിൽ ഒന്നാമത്തെ ചോദ്യം ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു 4 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുണ്ട്. നോട്ട് ചെയ്ത് വെക്കട്ടോ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ഇതിനടുത്തത് എന്താണ് ഇൻഡസ്ട്രി, വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നീ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിന്റെ എക്സാമ്പിൾസും നോട്ട് ചെയ്ത് വെക്കുക. ഇതിനടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൊഫഷൻ. നമുക്കറിയാം എക്കണോമിക് ആക്ടിവിറ്റീസിനെ 3 ആയിട്ട് തരംതിരിക്കുന്നു: ബിസിനസ്, എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൊഫഷൻ. ഇവർ തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വെക്കുക. 3 മാർക്കിനായിരിക്കും മിക്കപ്പോഴും ഈ ചോദ്യം വരാറുള്ളത്. ഇതിനടുത്ത ചോദ്യം എന്താണ് ബിസിനസ് റിസ്കിന്റെ കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്, റിസ്ക് ഉണ്ടാവാനുള്ള റീസൺസ് എന്തൊക്കെയാണ്, എക്കണോമിക് കോസ് ഉണ്ട്, നാച്ചുറൽ കോസ് ഉണ്ട്, ഇങ്ങനെയുള്ള കോസസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിന് ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം സ്ഥിരമായിട്ട് വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. സോ ഈ ചോദ്യവും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു 5 മാർക്കിനാണ് ഈ ഒരു ചോദ്യം കാണാറുള്ളത്, 5 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ട് കാണാറുണ്ട്. സോ ഇത്രയും ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിന് ഷോർട്ട് എസ്സേ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. +1 ബിസിനസ് സ്റ്റഡീസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഇതിൽ നിങ്ങൾ ഒന്നാമതായിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം സോൾ പ്രൊപ്രൈറ്റർഷിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം എസ്സേക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണെങ്കിൽ കൂടെ തന്നെ ഷോർട്ട് എസ്സേക്കും ചോദിക്കാറുണ്ട്. സോ കൃത്യമായിട്ട് സോൾ പ്രൊപ്രൈറ്റർഷിപ്പുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് പഠിച്ചു വെക്കുക. ഇതിനടുത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. 4 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാറുണ്ട് മക്കളെ. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. 4 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ദാറ്റ് ഈസ് HUFുമായി ബന്ധപ്പെട്ട ഒരു നോട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞു. HUFുമായി ബന്ധപ്പെട്ട എന്താണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയോ. സിമ്പിളാണ്, കർത്ത, കോപ്പാസ്നസ് ഒക്കെ നമുക്കറിയാം. സോ അത് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടൈപ്സ് ചോദിക്കാറുണ്ട്. 5 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ചോദിക്കാറുള്ളത്. നോട്ട് ചെയ്ത് വെക്കുക അല്ലേ. അതായത് ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ഉണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. ദെൻ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഡീഡിലെ കണ്ടന്റുകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഇതും 4 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. കൃത്യമായിട്ട് എന്തായാലും 4 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാറുണ്ട്. ക്രിസ്മസ് എക്സാമിനും അതേപോലെ തന്നെ മോഡൽ എക്സാമിനൊക്കെ കണ്ടുവരുന്ന ചോദ്യം സെയിം റിപ്പീറ്റ് അടിക്കാനും ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ചോദ്യം ഗവൺമെന്റ് കമ്പനി എന്താണെന്നാണ്. നമുക്കറിയാം ടോട്ടൽ ഓണർഷിപ്പിൽ 51% അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റലിൽ 51% ഗവൺമെന്റ് ഓണർഷിപ്പ് ആണെങ്കിൽ മാത്രമേ അതിനെ ഗവൺമെന്റ് കമ്പനി എന്ന് വിളിക്കുള്ളൂ. അത്തരത്തിലുള്ള ഗവൺമെന്റ് കമ്പനീസിന്റെ ഫീച്ചേഴ്സും എക്സാമ്പിൾസും പഠിച്ചു വെക്കാം. ദെൻ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചെന്നിരിക്കും. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. 3 മാർക്കിന് ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ആക്ട് മൂലം ഫോം ചെയ്യുന്ന പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. ഇതിനടുത്ത് എന്താണ് MNC അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് എന്താണ്, മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യമാണത്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ദെൻ PPP എന്താണെന്ന് ചോദിക്കാറുണ്ട്. 3 P's എന്താണെന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് ആണ് PP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. 2 മാർക്കിന് ചോദ്യമായിട്ടാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. ഇതിനടുത്ത് എന്താ വെച്ചാൽ ബിസിനസ് സർവീസ് എന്ന ചാപ്റ്റർ ആണ്. ഉറപ്പായിട്ടും ഒരു എസ്സേ ക്വസ്റ്റൻസ് ഈ ഒരു ചാപ്റ്റർ ആയിരിക്കും, പക്ഷേ ഷോർട്ട് എസ്സേയും വരാറുണ്ട്. ഒന്നാമതായിട്ട് ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ മോഡലിലും അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിച്ച ചോദ്യമാണ്. ഇതൊരു പക്ഷേ 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എസ്സേക്ക് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷോർട്ട് എസ്സേ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 7ഓളം പ്രിൻസിപ്പിൾസ് വരാറുണ്ട്. സോ ചിലപ്പം ഏതെങ്കിലും 2 പ്രിൻസിപ്പിൾസ് എടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാം. സോ ആ രീതിയിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. ഇതിനടുത്ത ബെനിഫിറ്റ്സ് ഓഫ് ഇ ബാങ്കിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. സിമ്പിൾ ക്വസ്റ്റൻ ആണെന്ന് വിചാരിച്ച് ഒഴിവാക്കരുത്. സോ സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. 3 മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത് കേട്ടോ, 3 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ഇതിനടുത്ത് ഗുഡ്സും സർവീസും നമ്മളെ വ്യത്യാസമാണ്. ഇതും ഒരു 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനും ചോദിക്കാറുള്ള ചോദ്യമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യമാണ് എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. എമർജിംഗ് മോഡ്സ് എന്ന ചാപ്റ്ററിൽ വളരെ ചെറിയ ചാപ്റ്റർ ആണ്. അതിൽ ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ് ട്രഡീഷണൽ ബിസിനസ്സും അതേപോലെ തന്നെ ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള കാര്യം. സോ എപ്പോഴും ചോദിക്കുന്ന സാധാരണഗതിയിൽ നമ്മൾ ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പഠിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അതേപോലെ തന്നെ ഒരു ഈ ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം റിസോഴ്സ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്. നമുക്കറിയാം സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം, ടെക്നോളജി വേണം, നെറ്റ്വർക്ക് വേണം, അതേപോലെ തന്നെ
ഒരു കൃത്യമായിട്ട് ഇലക്ട്രോണിക് ഡിവൈസ് വേണം, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഒരു ഈ ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ഓർത്ത് വെക്കുക. ദെൻ പേയ്മെന്റ് മെക്കാനിസം ഇൻ ഈ ബിസിനസ്. ഈ ബിസിനസ്സിലെ പേയ്മെന്റ് മെക്കാനിസം ഏതെല്ലാമാണ്? സിമ്പിൾ ക്വസ്റ്റൻ ആണ്, നമ്മളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ഇതിനടുത്ത് ഈ ബിസിനസ് മോഡൽ സെവറൽ ബെനിഫിറ്റ്സ് ഓഫ് ഈ ബിസിനസ് ഉണ്ട് അല്ലെ. ബെനിഫിറ്റ്സ് ഓഫ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചോദ്യം വരാൻ സാധ്യതയുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഈ ബിസിനസ് മോഡൽ ഫ്രം ദ ഫോളോയിങ് അല്ലെ. സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എന്താണ്, എന്ത് മോഡലാണ്? അതേപോലെ തന്നെ പേയ്മെന്റ് മെയ്ഡ് ടു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഏത് ടൈപ്പ് ഓഫ്, അതായത് സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, മനസ്സിലാക്കുക. എന്തായാലും ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്, മാച്ച് ദ ഫോളോയിങ് ആയിട്ടും വരാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കട്ടോ. B2C B2B എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം അല്ലേ. ഇനി അടുത്ത ചോദ്യം, അടുത്തൊരു ചാപ്റ്ററാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ ഒന്നാമത്തെ ചോദ്യം, അതായത് എ ബിസിനസ് മസ്റ്റ് റെസ്പോൺസിബിൾ ടു ഡിഫറെന്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ്, ഹൗ ദ ബിസിനസ് ഇമ്പാർട്സ് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഡിഫറെന്റ് വേരിയസ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരോട് റെസ്പോൺസിബിൾ ആവേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ് റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ട വേരിയസ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് ആരൊക്കെയാണ്? എംപ്ലോയീസ്, സൊസൈറ്റി, ഗവൺമെന്റ്, സപ്ലൈസ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓണേഴ്സ്, ഇങ്ങനെയുള്ള കാറ്റഗറി കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കുക. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. ഇതിനടുത്ത് ബിസിനസ് എത്തിക്സിന്റെ എലമെന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഇതൊരു 3 മാർക്കിന് ചോദ്യമായിട്ടാണ് കാണാറുള്ളത്. അതേപോലെ തന്നെ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പഠിച്ചു വെക്കുക. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്? ദെൻ എക്സ്പാൻഡ് CSR. എന്താ CSR എന്ന് പറഞ്ഞാൽ? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്ത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വേരിയസ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സോ അതും കൃത്യമായിട്ട് മനസ്സിലാക്കിയോ. 1 മാർക്ക് 2 മാർക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇനി ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന 7ാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമതായിട്ട് നമുക്കറിയാം ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യാനായിട്ട് എത്ര സ്റ്റേജസ് ഉണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ, ദെൻ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്നീ സ്റ്റേജസ് ആണ് പബ്ലിക് കമ്പനി ഫോർമേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതിനടുത്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോളി. ഇതിനടുത്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ കണ്ടന്റ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ക്ലോസസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒബ്ജക്ട് ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, ലാബിലിറ്റി ക്ലോസ് എന്നുള്ള ക്ലോസുകളൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്നെങ്കിൽ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ചോദ്യം ഷുവർ ആയിട്ട് ചോദിക്കും. മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട 2 ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഇതിനടുത്ത് 8ാമത്തെ ചാപ്റ്റർ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഇത് ചിലപ്പോൾ പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും നമ്മൾ ഡിഫറൻസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം. ദെൻ എന്താണ് റീറ്റേൺ ഏർണിങ്സ് എന്ന് ചോദിച്ചു. ദെൻ അടുത്തത് ലീസ് ഫിനാൻസിങ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്, ഇറ്റ് സഫേഴ്സ് സം ലിമിറ്റേഷൻസ്. ലീസ് ഫിനാൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ്, പക്ഷെ അതിന് ചെറിയ എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ലിസ്റ്റ് ഔട്ട് 3 സച്ച് ലിമിറ്റേഷൻസ്. ലീസ് ഫിനാൻസിംഗിന് ലിമിറ്റേഷൻസ് ആണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലീസ് ഫിനാൻസിംഗ് എന്താണ് നിങ്ങൾ എഴുതണം, അതിനുശേഷമാണ് ലിമിറ്റേഷൻസിലേക്ക് വരേണ്ടത്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ ഓൾറെഡി ഇവിടെ കൊടുത്ത ചോദ്യമാണ്. ഇതിനടുത്ത് പ്രിഫറൻസ് ഷെയറും അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയറും നമ്മളുടെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്, അതും നേരത്തെ പറഞ്ഞ ചോദ്യമാണ്. ഒന്നെങ്കിൽ ഷെയർ ഡിബഞ്ചർ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയർ. അടുത്തത് ഫാക്ടറിംഗ് എന്താണെന്ന് ചോദിച്ചു. അടുത്തത് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. എന്താണ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ റീറ്റേൺ ഏർണിംഗ്സിനെയാണ് നമ്മൾ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഉറപ്പിച്ചോളൂ മക്കളെ, ഒരുപാട് പ്രാവശ്യം റീറ്റേൺ ഏർണിംഗ്സുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ലീസ് ഫിനാൻസിംഗുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഫാക്ടറിംഗുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ട് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന ചാപ്റ്ററിൽ. സോ കൃത്യമായിട്ട് എന്താക്കുക, മനസ്സിലാക്കി വെക്കാം. ഇതിനടുത്ത് സ്മോൾ ബിസിനസ് എന്ന ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് സ്മോൾ ബിസിനസ് യൂണിറ്റ്സ് ഇൻ അവർ കൺട്രി ഫേസസ് മെനി പ്രോബ്ലംസ്. അതായത് ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന 3 മാർക്കിന്റെ ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കാം. ഇതിനടുത്ത് കോട്ടേജ് ഇൻഡസ്ട്രീസ്, കുടിൽ വ്യവസായങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് ചോദിക്കുന്നു. ദെൻ ഓൺടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട പഠിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. ഓൺടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിനാണ് ചോദിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നെയിം ദ സ്മോൾ സ്കെയിൽ യൂണിറ്റ് ഇൻ വിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡസ് നോട്ട് എക്സീഡ് ₹25 lakh. നമുക്കറിയാം മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസിന് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഈ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ അടുത്ത ചാപ്റ്ററിലേക്ക് വരാം, ദാറ്റ് ഇസ് ഇന്റർണൽ ട്രേഡ് ആണ്. ഇന്റർണൽ ട്രേഡിൽ ഒന്നാമതായിട്ട് പഠിക്കേണ്ട ഹോൾസെയിലേഴ്സ് ടു മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്ന സർവീസസ് എന്തൊക്കെയാണ്. ചിലപ്പോൾ റീറ്റെയിലേഴ്സ് ഈ പറഞ്ഞ കസ്റ്റമേഴ്സിനും ഹോൾസെയിലേഴ്സിനും കൊടുക്കുന്ന സർവീസ് എന്താണെന്നുള്ള കാര്യവും ചോദിച്ചേക്കാം. സോ 2 സർവീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് റീറ്റെയിലർ കൊടുക്കുന്ന സർവീസും മറ്റൊന്ന് ഹോൾസെയിലർ കൊടുക്കുന്ന സർവീസും, രണ്ടും നിങ്ങൾ വായിച്ചിട്ട് പോകാം. ഇതിനടുത്തത് ഇറ്റിനേറിയൻ റീറ്റെയിലേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. നമുക്കറിയാം ഇറ്റിനേറിയൻ റീറ്റെയിലേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരു ഫിക്സഡ് പ്ലേസിൽ അല്ലാതെ നിൽക്കുന്ന കച്ചവടം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഇറ്റിനേറിയൻ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് എന്തായിരിക്കും, ഡു നോട്ട് ഹാവ് എ ഫിക്സഡ് പ്ലേസ്. അവർക്കൊരു ഫിക്സഡ് പ്ലേസ് ഇല്ല, ഫിക്സഡ് പ്ലേസ് ഉണ്ടായിരിക്കില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അവരെപ്പോഴും എന്തായിരിക്കും, ട്രാവൽ ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുന്ന ആളുകളെയാണ് നമ്മൾ ഇറ്റിനേറിയൻ റീറ്റെയിലേഴ്സ് എന്ന് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ ഈസ്
ഫീച്ചർ ഓഫ് ദീസ് വിച്ച് ടൈപ്പ് ഓഫ് റീറ്റെയിൽ ഷോപ്പ് എക്സ്പ്ലെയിൻ ഇറ്റ് ഫീച്ചേഴ്സ്. ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് എവിടെയാണ്? സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ സൂപ്പർ ബസാറിലാണ്. ഇതിനടുത്ത് പോയിന്റ് ഔട്ട് 5 ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ ഷോപ്സ്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സും മൾട്ടിപ്പിൾ ഷോപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതുക, ബോക്സ് വരച്ചിട്ട് എഴുതണം. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ആദ്യം എന്താണെന്ന് എഴുതുക, മൾട്ടിപ്പിൾ ഷോപ്പ് ആദ്യം എന്താണെന്ന് എഴുതുക. അതിനുശേഷമായിരിക്കും നിങ്ങൾ ബോക്സ് വരച്ച് എഴുതണം. 5 മാർക്കിന് ചോദ്യമായിട്ട് വരാറുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ഫീച്ചേഴ്സ് ഓഫ് GST എന്താണെന്ന് നമുക്കറിയാം. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ഫീച്ചേഴ്സും എഴുതി വെക്കുക കേട്ടോ. ഇതിനടുത്ത് 2 ഡ്രോബാക്സ് ഓഫ് വെൻഡിങ് മെഷീൻസ്. വെൻഡിങ് മെഷീൻസിന്റെ ഡ്രോബാക്ക് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, ഓർത്ത് വെക്കുക. നമുക്കറിയാം കോയിൻ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള റീറ്റെയിൽ ഷോപ്പ് ആണ് എന്ന് പറഞ്ഞാൽ വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ. വെൻഡിങ് മെഷീനിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ എന്തുണ്ടാവുള്ളൂ? വെൻഡിങ് മെഷീൻസിൽ ഉണ്ടാവുള്ളൂ. സോ അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ഇന്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ഒന്നാമത്തെ ചോദ്യം ഡൊമസ്റ്റിക് ബിസിനസ്സും ഇന്റർനാഷണൽ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു 4 മാർക്കിന് ഒരു 4 പോയിന്റ് വീതം വ്യത്യാസങ്ങളായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇതിനടുത്ത് കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് വെച്ചാൽ എന്താണ്? റൈറ്റ് ഇനി 3 അഡ്വാൻറ്റേജസ് ഓഫ് ഇറ്റ്. കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, ഒരു ഫോറിൻ കൺട്രി മറ്റൊരു ഫോറിൻ കൺട്രിയിൽ ലോക്കൽ മാനുഫാക്ചേഴ്സുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നതാണ്. സോ എന്തിനു വേണ്ടി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയില്ല, ലോക്കൽ മാനുഫാക്ചേഴ്സുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. അതാണ് കോൺട്രാക്ട് മാനുഫാക്ചർ എന്ന് വിളിക്കുക. അതിന് അഡ്വാൻറ്റേജ് എഴുതി വെക്കാം. ഇതിനടുത്ത് ബെനിഫിറ്റ്സ് ഓഫ് ഡൂയിങ് ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നാണ് ചോദ്യം. അടുത്തത് റൈറ്റ് ഇനി 3 പ്രൊസീജിയർ ഫോർ എക്സ്പോർട്ട് ട്രേഡ്. എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സും ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്റർനാഷണൽ ബിസിനസ് പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. പക്ഷേ ഒരു വർഷം ചോദിച്ചുള്ള ചോദ്യമാണ് എക്സ്പോർട്ട് പ്രൊസീജിയറിലെ 3 സ്റ്റെപ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു 3 സ്റ്റെപ്പ് എഴുതി വെച്ചാൽ മതി. ഇതിനടുത്ത ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ഫ്രാഞ്ചൈസിങ്ങും ലൈസൻസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് മോഡ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ് ആയിട്ടുള്ള ജോയിന്റ് വെഞ്ചർ ഉണ്ട്, അതേപോലെ തന്നെ കോൺട്രാക്ട് മാനുഫാക്ചർ ഉണ്ട്, ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്ങും, എക്സ്പോർട്ട്, ഇമ്പോർട്ട് ഒക്കെ ഉണ്ട്. അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. സോ ഇത്രയും ചോദ്യങ്ങളാണ് മക്കളെ നമുക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഷോർട്ട് ടെസ്റ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നാളെ പരീക്ഷയ്ക്ക് പോവുക. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.